കണ്ട ഭയങ്കര വരി പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ആ പുള്ളി ലോറി മാറ്റിയിരുന്നെങ്കിൽ എല്ലാ വണ്ടികളും പോയേനെ. ആ പുള്ളി ലോറി മാറ്റുന്നില്ല. അമ്പലം ഉണ്ടായിരുന്നു, അതൊരു പ്രളയത്തിൽ നശിച്ചു പോയതാണ്. അന്നും പ്രളയം ഉണ്ടായിരുന്നു. അതെ അതെ അതെ, പ്രളയത്തിൽ 500 വർഷത്തിന് മുമ്പ് 500 വർഷത്തിന് മുമ്പാണ്. ഹലോ ഗൈസ്, അബി വ്ളോഗ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം അബി. ഗൈസ്, അപ്പൊ ഇന്നത്തെ പരിപാടി ഒരു അമ്പലത്തിലോട്ട് പോവുകയാണ്. അമ്പലം ഞാൻ നിങ്ങൾക്ക് അറിയായിരിക്കും, ഞാൻ കാണിച്ചില്ല അവിടെ ചെന്നിട്ട്. ഓക്കെ, ഇനി കുറച്ച് നല്ല വീഡിയോയും കാര്യങ്ങളൊക്കെ ആയിരിക്കും മൊത്തത്തിൽ. ഇനി അങ്ങോട്ട് നല്ല നല്ല വീഡിയോസും ട്രാവലായിരിക്കും, ചിലപ്പോൾ കുറച്ച് ട്രാവൽ വ്ളോഗുകളായിരിക്കും ഇനി അങ്ങോട്ട് വരാൻ പോകുന്നത്. നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, അപ്പൊ ഇതാണ് കന്യാകുമാരി ഹൈവേ റോഡ്. ഇത് കോവളം കന്യാകുമാരി ഹൈവേ റോഡാണിത്. വലിയ തിരക്കൊന്നുമില്ല, നല്ല വ്യൂ അല്ലേ. ഇനി നമുക്ക് കന്യാകുമാരി പോണെങ്കിൽ വെട്ടത്തൊക്കെ ഈ ഇടറോഡ് വഴികളൊന്നും പോകണ്ട. ഇത് കണക്ക് ഓപ്പൺ റോഡാണ്. കാല് ചവിട്ടി വിട്ട് കഴിഞ്ഞാൽ ഒരു 200, 220, 240 ടോപ്പ് സ്പീഡിലൊക്കെ നമുക്ക് കന്യാകുമാരി എത്താം. ചിലപ്പോൾ കന്യാകുമാരി എത്താം, അല്ലെങ്കിൽ അതിന് മുമ്പ് വേറെ എവിടെയെങ്കിലും എത്താം. കിട്ടില്ല, മനോഹരമായ റോഡെന്നൊക്കെയാണ് ഗൈസ്. അങ്ങനെ ഏകദേശം ഞാൻ പറഞ്ഞ സ്ഥലം എത്താറായി. ചിലപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് മനസ്സിലായി കാണുന്നത് ഏത് അമ്പലത്തിലോട്ടാണ് പോണേന്ന്. എത്ര ദൂരമാണ് ഇങ്ങനത്തെ ഈ റോഡ് വരുന്നത്, ഹൈവേ. ഇത് ടാറല്ല കേട്ടോ, ഇതൊരുമാതിരി സിമന്റ് തറയാണ്. സിമന്റ് തറയിൽ വൈറ്റ് പെയിന്റ് ഒക്കെ അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. പക്ഷെ സെറ്റ് ആട്ടോ റോഡ് ഗൈസ്. അങ്ങനെ പോണ വഴിക്ക് ഒരു സ്ഥലം കണ്ടോ, വന്നിറങ്ങിയ ഒരു സ്ഥലത്ത് മൊത്തം വാഴ ആട്ടാ. മൊത്തം വാഴ എന്ന് പറഞ്ഞാൽ മൊത്തം വാഴ നോക്കണം. വാഴത്തോട്ടമാണെന്ന് പറഞ്ഞിട്ട് ഇത്. എൻ്റെ അമ്മ ഒരു ലോഡ് വാഴ അയ്യര് കളി. ഇതിനകത്തൊക്കെ കൊല എടുക്കണം, മാമനൊക്കെ സമ്മതിക്കണം. ഇത്രയും വാഴ നിന്നിട്ട് ഇതിൽ നിന്നൊക്കെ കൊല വെട്ടിക്കൊണ്ട് പോകണമെന്ന് ആലോചിച്ച്. ലോറിക്കാരനെ കണ്ടോ, ഒരു വിധത്തിൽ സൈഡ് വരില്ല കേട്ടോ. നമ്മളും അങ്ങോട്ട് പോകാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ ആ ഇന്ത്യക്കാരൻ വന്ന് നിന്ന് പെട്ടിരിക്കണം. ഈ ലോറിക്കാരെ ഒരു വിധത്തിൽ സൈഡ് വരില്ല. അപ്പോൾ അവരും ഇങ്ങോട്ട് പോകാൻ നിൽക്കണമുണ്ട്, നമുക്കും പോകണം. അവർ സൈഡൊന്നും തറണില്ല. കണ്ട ഭയങ്കര വരി പ്രശ്നമായിട്ട് നിൽക്കുകയാണ്. ആ പുള്ളി ലോറി മാറ്റിയിരുന്നെങ്കിൽ എല്ലാ വണ്ടികളും പോയേനെ. ആ പുള്ളി ലോറി മാറ്റുന്നില്ല. അപ്പോൾ പറഞ്ഞപ്പോൾ റിവേഴ്സ് എടുക്കണുണ്ട് കേട്ടോ. റിവേഴ്സ് അല്ല, ഫ്രണ്ടിലോട്ട് വരണുണ്ട് കേട്ടോ. ഒതുക്കി തരാനുള്ള പ്ലാനിലാണ്. ആ ലോറി ഒന്ന് മാറിക്കഴിഞ്ഞാൽ എത്ര വണ്ടികൾ പോകുന്നുണ്ട്. ബാക്കിലൊക്കെ ഇഷ്ടം പോലെ വണ്ടി കിടപ്പുണ്ട്. മാമ വരുത്തുണ്ട്, പോ മാമ. ആ ലോറി ഒന്ന് സൈഡ് ഒതുക്കി കിട്ടിയാൽ നമുക്കും പോകാം. ഓ, ഈ ഹിന്ദിക്കാർ പോണതുമില്ല. ഹിന്ദി എടുത്തോണ്ട് പോ. നമ്മളെ വിലപ്പെട്ട സമയമാണ് പോണതല്ലേ. നമ്മളെ വിലപ്പെട്ട സമയം കളഞ്ഞ് നമ്മൾ വന്നിരിക്കുമ്പോൾ ഇതണക്ക് റോഡും ബ്ലോക്ക് ആക്കിയിട്ട്. ഷാജി ട്രാൻസ്പോർട്ട്സ് അവർ കാണില്ല, അവിടെ റോഡ് എന്തായാലും ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്തുകൂടെയായിരുന്നു. ബായ് എത്തിരി ബായ് മനസ്സിലായ ബായ് പറഞ്ഞാട്ടാ പാലിന് വണ്ടി ഓട്ടിക്ക് അറിഞ്ഞൂടാണ്. പൊന്നണ്ണാ, ഈ കുഴല് കാറ്റാനായിരുന്നു ഇത്രയും നോക്കണ്ട. ഈ ഒരു മക്ക് കുഴല് കാറ്റാനായിരുന്നു ഇങ്ങനെ പിടിച്ചു നിർത്തി. ഈശ്വര, ഇനി വണ്ടി കിടക്കണല്ലേ. ഇതിന്റെ അമ്മൂലത്തിന് വണ്ടി. ബായ്, ഓക്കെ. പൂവാർ ഐലൻഡ് കോവളല്ല ബായ്, അവിടെ നിന്ന് റൈറ്റിലോട്ടോ. ഓക്കെ, ഒരു ഇന്ത്യക്കാരനാണ് കേട്ടോ. എൻ്റെ അടുത്ത് പൂവാർ എവിടെയും ചോദിച്ചാണ്. കറക്റ്റ് വഴി ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ദൈവത്തിന് അറിയാം. വന്ന അമ്പലം നമുക്ക് മാറിപ്പോയാട്ടോ. നമ്മൾ വന്ന് കയറിയത് ഒരു പള്ളിയിലായി. നമ്മളെ ഈ ഗൂഗിൾ അമ്മച്ചി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് ചതിക്കുന്നുണ്ട്. വഴി മൊത്തം ഇട്ട് കറക്കി. ഇനിയിപ്പോൾ 1.5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് പോകാനുള്ള ഡെസ്റ്റിനേഷൻ. ഏകദേശം എത്താറായി. ഇപ്പോൾ ഈ കണ്ടോണ്ടിരിക്കുന്നവർക്ക് ഈ വഴിയൊക്കെ കാണുമ്പോൾ മനസ്സിലാവും ഞങ്ങൾ ഏത് അമ്പലത്തിലാണ് പോകണമെന്ന്. മനസ്സിലായെന്നുള്ളവർ ആദ്യമേ കമന്റ് അടിക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ സ്ഥലത്തുമ്പോൾ കമന്റ് അടിക്കണം കേട്ടോ, ഇത് ഏത് അമ്പലമാണെന്നുള്ളത്. അവർക്ക് പ്രത്യേകതര സമ്മാനമുണ്ട് കേട്ടോ എൻ്റെ വക. കറക്റ്റാ ഞാൻ തരും കേട്ടോ സമ്മാനം. കറക്റ്റ് സ്ഥലം ഞാൻ ഏത് അമ്പലമാണ് ഈ പോയിന്റ് എത്തുമ്പോൾ കറക്റ്റ് ഉത്തരം പറഞ്ഞവർക്ക് എൻ്റെ വക സമ്മാനമുണ്ട്, ഉറപ്പായിട്ട് ഞാൻ തന്നിരിക്കും. ഓക്കെ, കമന്റ് ചെയ്യണം കേട്ടോ. ഈ കറക്റ്റ് സ്ഥലം പറഞ്ഞ് അവിടെ കമന്റ് ചെയ്തിട്ട് നിങ്ങളെ പേരും നിങ്ങളെ സ്ഥലവും പറയണം. ഓക്കെ
ഗൈസ് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ നമ്മൾ ഏകദേശം എത്തിക്കഴിഞ്ഞു. ഇപ്പൊ ഒരു ഊഹം കിട്ടിക്കാണും നിങ്ങൾക്ക് ഇതിപ്പോ എവിടെയാണെന്ന്. അതാണ് നമ്മുടെ സാധനമല്ല നമ്മുടെ എന്റെ മോനെ, അതാ നമ്മുടെ അമ്പലം എത്തി ഗൈസ്. കാണിച്ചു കൊടുക്കും ഗൈസ്. ഇതാണ് കേട്ടോ അമ്പലം ഗൈസ്, ഇതാണ് അമ്പലം കേട്ടോ. മഹേശ്വരം ശ്രീ പാർവതി ടെമ്പിൾ, അതായത് നമ്മുടെ ചെങ്കല്ല് അമ്പലത്തിലാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. എന്റെ മോനെ, ഞാൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഈ അമ്പലത്തിൽ ഞാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശിവരാത്രിക്ക് വന്നിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത അമ്പലമാണ് കേട്ടോ. ഇനിയിപ്പോ തൊഴുവാനുള്ള കേസ് ഡൗട്ടാണ്. മഴ ആയോണ്ടേ ഉടുപ്പ് കൂടണമെന്ന് പറഞ്ഞാൽ തേഞ്ഞ്. നമുക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്തിട്ട് വരാം. ഓക്കെ, എന്നിട്ട് ഞാൻ അമ്പലം കയറി കാണിച്ചു തരാം ഗൈസ്. ഇതാണ് കേട്ടോ അമ്പലം. ഇതാണ് നമ്മുടെ ചെങ്കൽ ക്ഷേത്രവും. അവിടെ ഇപ്പൊ എന്തോ പുതിയതായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി കേട്ടോ. മഴയും ആ ശിവലിംഗത്തിലെ വെള്ളം വീഴുമ്പോൾ ഉള്ള സെറ്റ് ഇത് കേട്ടോ, അടിപൊളി. എന്തായാലും മഴ തോന്നിയിട്ട് അമ്പലത്തിലോട്ട് കയറാതെ ഗൈസ്. അപ്പം ഞാൻ അമ്പലത്തിൽ നമുക്ക് നേർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് മേടിക്കാം കേട്ടോ. ഇവിടെ നിന്ന് സാധനം. ആൻറ്റി ഇതെന്താണ് ആൻറ്റി? തട്ടപ്പൂജയ്ക്കുള്ള സാധനങ്ങളല്ലേ? ആ, ഇത് 200 രൂപ. ഇതിന്റെ പ്രസാദം അവിടെ തിരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാക്ക് ചെയ്ത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ്. വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണല്ലേ? ഇത് നടക്കി വെക്കാനുള്ളത് 100 രൂപ. ഇത് നടക്കി വെക്കാനുള്ളത്. ഇത് വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നതാണ്. ആ, ഇത് രണ്ടും. അപ്പൊ ഇത് നടക്കി വെക്കാനുള്ള ഒരെണ്ണം മതി. അതൊക്കെ പേരുന്നാളും പറഞ്ഞ് അപ്പം നടക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് അമ്പലം. അപ്പോൾ നമുക്ക് നേരെ അമ്പലത്തിലോട്ട് കയറാം. കുറേ നാളുകൾക്ക് ശേഷം അത് വലിച്ചിനെ കയറാം. കേട്ടോ, അടിപൊളിയാട്ടാ അമ്പലം. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അമ്പലത്തിന്. അതുകൊണ്ട് ഇതൊക്കെ എല്ലാവരും പൂജയ്ക്ക് വേണ്ടി കൊണ്ടുവച്ചിരിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. ഇതാണ് നടക്കാത്തോട്ട് പോകുന്നില്ല. അതിനുമുമ്പ് നിങ്ങൾ എല്ലാവരും നമുക്ക് ഇവിടെ വന്നിട്ട് നമ്മളെല്ലാം സെറ്റായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്ന ഒരു സാധനം താണ്ട് ഇതാണ് കേട്ടോ. ഇവിടെ എൻ്റെ മോനെ ഞാൻ കാണിച്ചുതരാം. വേറെ ലെവൽ സാധനം. നമുക്ക് പുതിയ എന്തോ ഹനുമാൻ്റെ എന്തോ ഇത് ചെയ്തുകൊണ്ടിരിക്കണം കേട്ടോ. മെള്ളതാ കേട്ടോ, ഹനുമാൻ്റെ സാധനം. ശിവലിംഗം ഒരു രക്ഷയില്ല. അത് നോക്കിയാണ് എൻ്റെ മോനെ, അടിപൊളി. പഴയ ഓടിട്ട ആ ഒരു ഇതിൽ ഈ ചെങ്കലിൻ്റെ വിഗ്രഹം കൂടെ കാണാൻ ഒരു രക്ഷയില്ല കേട്ടോ. പിള്ളേരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കണം കേട്ടോ. നല്ല ബാഗ് കൊണ്ട് കൊള്ളാം കേട്ടോ. നല്ല നൈസായിട്ടുണ്ട് ശിവലിംഗം. അപ്പോൾ ഇത് നടക്കി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. നമുക്ക് നേർച്ച അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നടക്കി വെച്ച് പൂജിക്കാനുള്ള സാധനമാണ് കേട്ടോ. ഇതെല്ലാം നടയിൽ കയറി ഒന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഓക്കെ, ഇറങ്ങിയിട്ട് കാണാം ഗായ്സ്. നമുക്കിവിടെ ഒരു അമ്മുമ്മ നിൽപ്പുണ്ട്. നമുക്ക് ആ അമ്മുമ്മ എടുത്ത് ചോദിക്കുക ഇവിടുത്തെ അമ്പലത്തിനെ പറ്റി. അമ്മുമ്മ, എന്താണ് അമ്മുമ്മയുടെ പേര്? ലളിത. എത്ര വർഷമായി അമ്മുമ്മ ഇവിടെ? 40 വർഷമായിട്ട് ഇവിടെ അമ്പലത്തിന്റെ കൂടെ തന്നെ ഉണ്ട്. അമ്പലം ഉണ്ടായിരുന്നു, അതൊരു പ്രളയത്തിൽ നശിച്ചു പോയതാണ്. അന്നും പ്രളയം ഉണ്ടായിരുന്നു. അതെ അതെ അതെ, പ്രളയത്തിൽ 500 വർഷത്തിന് മുമ്പ് 500 വർഷത്തിന് മുമ്പാണ്. അപ്പൊ ഞങ്ങളൊന്നും ജനിച്ചിട്ടില്ല അപ്പോഴും. അപ്പൊ ഇവിടെ പട്ടത്തെരുവും കാര്യവും എല്ലാം ഇരുന്ന സ്ഥലമാണ്. പിന്നീട് ഇവിടെ സ്വാമി ഇവിടെ ജനിച്ച് ഇവിടത്തെ പ്രധാന അധിപതി സ്വാമിയാണ്. ഇതിന്റെ എല്ലാ അധിപതി സ്വാമിയാണ്. സ്വാമി ഇവിടെ ജനിച്ച് ഒരു 8 വയസ്സൊക്കെ ആയപ്പോൾ തന്നെ സ്വാമി കാട്ടുപൂവൊക്കെ പറിച്ച് പൂജ നടത്താൻ വെറുതെ ഒന്ന് അങ്ങനെയൊക്കെ ആയി. പിന്നെ കൊടുക്കാൻ പുറ്റ് വളർന്നു, 2 പുറ്റ്. ആ 2 പുറ്റ് വളർന്ന് ആ പുറ്റിനെ തട്ടി കളയുമ്പോൾ അത് വീണ്ടും വളർന്നു. അങ്ങനെ ചോദിച്ചറിഞ്ഞപ്പോൾ അത് ശിവനും പാർവതിയാണെന്നുള്ളത് അറിഞ്ഞു. പിന്നെ അമ്പലം ആക്കി, പിന്നെ ശിവനും പാർവതിയെ പ്രതിഷ്ഠിച്ച് അങ്ങനെ ഇപ്പം 3
കാര്യങ്ങളായി. ഈ ശിവലിംഗത്തിൽ ഇപ്പൊ വേറെ എന്തോ ചെയ്തോണ്ട്? നേരത്തെ ശിവലിംഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ എന്ത് ചെയ്യണം? ഹനുമാന്റെ കൂടെ പണി നടക്കാനാ? പണി നടക്കുകയാണ്. അഷ്ടലക്ഷ്മി, അഷ്ടലക്ഷ്മി അല്ലേ? ലക്ഷ്മിയും വയ്ക്കുന്നു, ഹനുമാന്റെ പ്രതിഷ്ഠയും അഷ്ടലക്ഷ്മി. ഗൈസ്, അങ്ങനെ ഈ വലിയ ശിവലിംഗത്തിൽ നിന്ന് അകത്ത് കയറിയിട്ട് ഇറങ്ങിയതേ ഉള്ളൂ. അതിനകത്തുള്ള എന്തായിരുന്നത് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, അങ്ങനെ ചെങ്കൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങിയാട്ടോ. ഇറങ്ങി ഇനി നേരെ ഫുഡടിക്കാം. നമുക്ക് ഫുഡൊക്കെ അടിച്ച് അതിപ്പോൾ തരാം നിങ്ങളെ. 20 രൂപ പാർക്കിംഗ് ഫീസ്. ഗൈസ്, അങ്ങനെ ചെങ്കൽ അമ്പലത്തിൽ നിന്ന് ഇറങ്ങി. അമ്പലം സെറ്റ്. ഞാൻ ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്. വന്നേന്ന് പറഞ്ഞാൽ ശിവരാത്രിക്കായിരുന്നു. ശിവരാത്രിയിലന്ന് വന്നപ്പം ഭയങ്കര തിരക്കായിരുന്നു. ഇവിടെ വെളിയിൽ വന്ന് നോക്കിയിട്ട് നമ്മൾ തിരിച്ചു പോയി. ഇതിനകത്ത് ഇങ്ങനെ അടിപൊളിയാണെന്ന് അറിഞ്ഞില്ല. ഇവിടുത്തെ ചേട്ടന്മാരും എല്ലാവരും അടിപൊളിയാണ്. നമ്മളെ ഈ ശിവലിംഗം ഉണ്ടല്ലോ, ഈ ശിവലിംഗത്തിനകത്ത് കൊണ്ടുപോകും. ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ സെറ്റ്. നമ്മുടെ മനുഷ്യ ശരീരത്തിലുള്ള മിക്ക ഭാഗങ്ങളും വേർതിരിച്ചാണ് അതിന് ചെയ്തേക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ എടുത്തു പറയേണ്ട കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. കുറച്ച് മൊത്തവും ഇത് ഈ ശിവലിംഗം എന്ന് പറഞ്ഞാൽ മൊത്തം 7 നിലയാണ്. 7 നിലയിൽ 6 നിലയിലും ശിവന്റെ ഓരോ ഭാഗങ്ങളായിട്ട് അല്ലേ അല്ലേ ശിവന്റെ ഹ്യൂമൻ ബോഡിയുടെ ചക്രങ്ങളാണ് അവിടെ ഉള്ളത്. അതുപോലെ തന്നെ അതിന്റെ താഴെ ഓരോ മൂർത്തികളും ഉണ്ട്, ശിവലിംഗം ഉണ്ട്. കുറെ ശിവലിംഗം 6 നിലയിലും അതുപോലെ ആയിരുന്നു. ഏറ്റവും മണ്ടയില് 7ാമത്തെ നില കയറുമ്പോ കൈലാസത്തിൽ പോണ ഒരു ഫീലാണ്. എന്റെ മോനെ, കൈലാസം മറ്റേ അത് ഇതിനകം കാണുന്നത്. നമ്മള് സ്റ്റെപ്പൊന്നും അല്ലേ, നമ്മളിങ്ങനെ ഇങ്ങനെ കയറി പോകണം. നല്ല രസമാണ് അവിടെ ചെയ്തേക്കണതെല്ലാം കാണാൻ. ടോപ്പിലാണ് കൈലാസം. ആ വട്ടഭാഗം ഉണ്ടോ കാണിച്ചു കൊടുത്തോണ്ട്, ആ വട്ടഭാഗം അതിന്റെ ടോപ്പ്, ആ 3 കുറിയിട്ട് അതിന്റെ മേളിൽ ആ കർവോല ഇരിക്കണം. അതിന്റെ മേളിലാണ് കൈലാസം. കൈലാസത്തിൽ കയറി കഴിഞ്ഞാൽ വേറെ ഫീൽ. അതിനകത്ത് കയറി കാണണം കേട്ടോ. അതിനകത്ത് നമ്മൾ കയറി ചെല്ലണം. ശിവനും പാർവതി സെറ്റായിട്ട് അവിടെ ചെയ്തേക്കണം, അടിപൊളിയാണ് കേട്ടോ. അപ്പം ഇവിടെ പറഞ്ഞ ഇവരെല്ലാം ഇത് കയറി കാണണം കേട്ടോ. ടിക്കറ്റിന്റെ എത്രയാണെന്ന് ഞാൻ പറഞ്ഞു. ടിക്കറ്റ് നമ്മൾ എടുത്തത് എത്രയാണെന്ന് ഒരു പിടിയില്ല. പിന്നെ ഇപ്പം ഞാൻ പറയണ എല്ലാവരും വിചാരിക്കും ഇതിനകത്ത് ഈ പടം ഈ ശിവലിംഗത്തിന്റെ ചെങ്കലിന്റെ കല്ല് മാത്രമെന്നായിരിക്കും എല്ലാവരും വിചാരിക്കും. അങ്ങനെയല്ല, ഇതിനകത്താണ് കാണാനുള്ളത്. പിന്നെ അതിന് അപ്പുറത്ത് ഹനുമാന്റെ ഒരു ഇത് ചെയ്തേക്കണുണ്ടോ. അപ്പൊ ഇതിലെ ഇനി അത് പണി നടന്നുകൊണ്ടിരിക്കണുള്ളൂ. അപ്പൊ ഇതിലെ ഈ ഈ കല്ലിനകത്തൂടെ കയറിയിട്ട് അപ്പുറത്തെ വഴിയും കണ്ട് ഇറങ്ങി വരാനുള്ള എന്തോ ഇപ്പൊ ചെയ്ത് വരെയാണ്. അപ്പൊ അതിപ്പോ 6 മാസത്തിനകത്ത് പണി തീരുമെന്നാണ് ആ ചേട്ടന്മാരെല്ലാം പറഞ്ഞത്. അപ്പൊ കറക്റ്റ് കാര്യങ്ങളൊക്കെ അവര് ഗൈഡ് ഉണ്ട് കേട്ടോ. ഗൈഡ് നമ്മളെ കൂടെ കൊണ്ട് എല്ലാം പറഞ്ഞു തരും. എല്ലാം നല്ല ചേട്ടന്മാരായിരുന്നു കേട്ടോ ഒരുവിധം. പിന്നെ ഇവിടെ ഉണ്ണിയപ്പവും മറ്റേ അരവണയെല്ലാം ഉണ്ട് കേട്ടോ. ഞാൻ അരവണ മേടിച്ചില്ല. ഉണ്ണിയപ്പം എൻ്റെ ഫേവറേറ്റാണ്. ഉണ്ണിയപ്പം അവിടെ നല്ല മൊരായിരിക്കണം കേട്ടോ. ഉണ്ണിയപ്പം സെറ്റ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉണ്ണിയപ്പം എന്ന് പറഞ്ഞാൽ നമ്മളെ ശബരിമലയുടെ ഉണ്ണിയപ്പമാണ്. ശബരിമലയിലെ കരിങ്കല്ലുമല്ല, എനിക്ക് അത് കടിച്ച ആ പൊട്ടണ ആ ഒരു ചവയ്ക്കാൻ നടത്തത് ഭയങ്കര പാട്ടാണ്. ചവയ്ക്ക് പല്ലൊക്കെ ഭയങ്കരമാണ്. പക്ഷെ ഞാൻ അവിടുത്തെ ഉണ്ണിയപ്പം എത്ര കിട്ടിയാലും ഞാൻ തിന്നും. ആ സെയിം ഉണ്ണിയപ്പം ഇവിടെ എവിടെയോ ഉണ്ട്. ആറ്റുകാലാണെന്നോ, ആറ്റുകാലല്ലേ? ശബരിമലയിലെ ഉണ്ണിയപ്പം സെറ്റാണ് അവിടെ. ചവയ്ക്ക് ആകെ ടേസ്റ്റാണ്. ഉണ്ണിയപ്പാണ് നിങ്ങൾ തിന്നോ കുറച്ചതാ. നല്ല മൊരാന്നിരിക്കുന്ന ഉണ്ണിയപ്പാണ്. അരവണ മേടിച്ചില്ല കേട്ടോ. ഞാൻ എല്ലായിടത്തും ചില അമ്പലത്തിലൊക്കെ പോയിട്ട് അരവണ വാങ്ങിച്ച് കൊണ്ട് സ്റ്റോക്ക് ചെയ്ത് വെക്കുക. എല്ലാം അതുപോലെ ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി പയ്യെ തിന്നാം കേട്ടോ. ഗൈസ്, അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി. അപ്പോൾ ഇനി ഇന്നത്തെ സെറ്റായിരുന്നു കേട്ടോ. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ദിവസമായിരുന്നു. ആ ചെങ്കല് പോയതിനു ശേഷം ഭയങ്കര ഫീലായിരുന്നു. അടിപൊളി അമ്പലം, ഒരു രക്ഷയില്ല. കയറി കണ്ടതിന് ശേഷം രക്ഷയില്ല. ഗൈസ്, അപ്പോൾ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള അങ്ങോട്ടുള്ള വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് എടുക്കാൻ കിട്ടില്ല വീഡിയോസ് ആയിരിക്കും അങ്ങോട്ട് വരുന്നത്. അപ്പം ചാനൽ സബ്സ്ക്രൈബർ ചെയ്യാത്തവരെല്ലാം തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. സപ്പോർട്ടൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. എന്നെ സ്നേഹിക്കുന്ന കുറേ പേരുണ്ടെന്ന് എനിക്കറിയാമെന്നല്ലേ, അതുപോലെ എല്ലാവരും എന്നെയും തീർച്ചയായും സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഈ ചാനൽ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതെല്ലാ യൂട്യൂബേഴ്സ് അത് തന്നെ പറയണത്. അതുപോലെ തന്നെ ഞാനും പറയണത് കേട്ടോ. എന്നെ നിങ്ങൾ സഹായിക്കണം കേട്ടോ. നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ ഇനി പുതിയ വീഡിയോകൾ ചെയ്യാനും പറ്റുള്ളൂ.
ഇനി കുറച്ച് ദിവസത്തേക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വ്ളോഗ് കാണും. കുറേ നാളായി ഗ്യാപ്പില് വ്ളോഗൊന്നും ഇല്ലായിരുന്നു. പിന്നെ എൻ്റെ 2 ചെറുക്കന്മാരെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അവന്മാരെ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ഞാൻ അവന്മാരായിരിക്കും കൊണ്ടുവരണം. എൻ്റെ പുതിയൊരു മെമ്പറോടെ എൻ്റെ ഗ്രൂപ്പിൽ വന്നാട്ടാ. അവനെ ഞാൻ പിന്നീട് കാണിച്ചില്ല. അവനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒരു പൂച്ച ചത്ത് വണ്ടിയെല്ലാം കൂടെ കയറ്റി ഇറങ്ങിയത്. അത് വിട്. അപ്പം എന്താണ് പറയുന്നത്, 2 ചെറുക്കന്മാരോടെ ഉണ്ട്. അവന്മാരെ കൂടെ അടുത്തൊരു വീഡിയോയിൽ ഞാൻ കൊണ്ടുവരും. തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അഭിജാർ വ്ളോഗ്സിന്റെ ഒരു പുതിയ വീഡിയോ വീണ്ടും കാണാം. ഓക്കെ, ബൈ.